ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 12. പെഹലെ ആപ്പ്. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ഉദാരതയുടെയും ആതിഥ്യ മര്യാദയുടെയും കാര്യത്തിൽ ഇന്ത്യയുടെ അനൗദ്യോഗിക തലസ്ഥാനമാണ് ലക്നൗ. ഒരു തമാശയിലൂടെ ഇത് ഉചിതമായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് യാത്രക്കാർ ലക്നൗ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരിക്കലും പോകാത്തത്? കാരണം പെഹ്ലെ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേയാൾ ആദ്യം പോകാനായി അവർ അനുവദിക്കുന്നു. ആദ്യം താങ്കൾ എന്നാണ് ഇതിൻ്റെ വിവർത്തനം. മറ്റുള്ളവരെ ആദ്യം പോകാൻ അനുവദിക്കുന്നതിനെക്കുറിച്ച് ലക്നൗ ജനതയിൽ നിന്ന് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് ധാരാളം പഠിക്കാനുണ്ട്. എന്നാൽ യേശുവിൻ്റെ അനുഗാമികൾ എന്ന നിലയിൽ താഴ്മയുള്ള നമ്മുടെ മാനദണ്ഡം യേശു തന്നെയാണ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം എന്ന് യേശു പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ താൻ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ സ്വയം ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും അവൻ നമുക്കായി താഴ്മ കാണിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ താഴ്മയിലൂടെ വ്യാപ്തിയിലേക്ക് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അനുസരണയോടുകൂടിയ ഒരു മരണം ക്രൂശിൽ വരിക്കാനായി യേശു ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യം സ്വീകരിച്ചു എന്ന വസ്തുത നമ്മിൽ അരക്കിട്ടുറപ്പിക്കാൻ അവൻ നമ്മെ സഹായിക്കുന്നു. അനുസരണയോടുകൂടിയ ഈ താഴ്മയാണ് അവൻ്റെ പദവി കൂടുതൽ ഉയർത്തി ലോകത്തിൻ്റെ രക്ഷകനെന്ന നിലയിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന ഇടം നൽകിയത്. എളിയ ഹൃദയമുണ്ടായിരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. മറ്റൊരാളുടെ ആവശ്യങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്കു മേൽ വയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ പോലെ നാം സ്നേഹിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്കിലും അപരിചിതരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുകളിൽ വെക്കുന്നത് ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ താഴ്മയുടെ സ്വഭാവം യേശു നമുക്ക് കാണിച്ചു തന്നു. താഴ്മ പ്രയാസകരമാണെങ്കിലും നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട ഒന്നാണെന്ന് യേശു നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നു. ചിന്തിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ മുൻഗണന നൽകാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരോട് എങ്ങനെ സ്നേഹം കാണിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.